1974 ഹംഗറിയിലെ അക്കാഡമി ഓഫ് അപ്ലൈഡ് സയൻസിലെ ഡിസൈനറും ആർക്കിടെക്റ്റുമായ അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളെ 3D രൂപങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി തടി കൊണ്ടുള്ള ഒരു സമചതുര കട്ടയുമായിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. പഠിപ്പിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഈ കട്ട താഴെ വീണ് അതിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. ശേഷം കയ്യിലിരിക്കുന്ന ഈ കട്ടയുടെ ഒരു വശം കറക്കാൻ കഴിയുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൽ പലവിധ കോമ്പിനേഷനുകളും പോസിബിൾ ആകുമെന്ന ആശയം മനസ്സിലാക്കി അദ്ദേഹം തന്റെ കൗതുകത്തിന്റെ പുറത്ത് 6 വശങ്ങളിലും പല വർണ്ണങ്ങൾ കൊടുത്തുകൊണ്ട് പുതിയൊരു മാജിക് ക്യൂബ് ഉണ്ടാക്കി. ആ മാജിക് പസിൽ സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് ആദ്യം വേണ്ടി വന്നത് 1 മാസത്തെ സമയമാണ്. അതിനുശേഷം ഇതിന് സ്വന്തമായി പേറ്റന്റ് എടുത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടി അദ്ദേഹം പല ടോയ് മാനുഫാക്ചറേഴ്സിനെയും സമീപിച്ചു. പക്ഷേ ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോയ് ആണ്. ഇത്തരത്തിലുള്ള ടോയ്സ് ഒന്നും കുട്ടികൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അവരാരും തന്നെ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം 1979 ഒരു എക്സിബിഷനിൽ അദ്ദേഹം തന്റെ ഈ മാജിക് ക്യൂബ് അവതരിപ്പിക്കുകയും അത് കണ്ട് ഇഷ്ടപ്പെട്ട ഐഡിയൽ ടോയ്സ് എന്ന ടോയ് നിർമ്മാണ കമ്പനി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇത് കണ്ടുപിടിച്ച റൂബിക് എന്ന ആ അധ്യാപകന്റെ പേര് തന്നെ അവർ ആ കളിപ്പാട്ടത്തിന് നൽകുകയും ചെയ്തു, റൂബിക്സ് ക്യൂബ്. മാർക്കറ്റിലിറങ്ങി 2 വർഷത്തിനുള്ളിൽ 10 കോടിയിലധികം റൂബിക്സ് ക്യൂബുകൾ വിറ്റഴിക്കപ്പെട്ടു. 4,30,000 കോടി കോമ്പിനേഷൻസ് സാധ്യമായ ആ പസിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഏറ്റെടുത്തു. അധികം വൈകാതെ റൂബിക്സ് ക്യൂബ് സോൾവിങ്ങിൽ ലോക ചാമ്പ്യൻഷിപ്പുകളും ആരംഭിച്ചു. 1982 നടന്ന ആദ്യ ചാമ്പ്യൻഷിപ്പിൽ 22.95 സെക്കൻഡ്സിൽ ഈ മാജിക് പസിൽ സോൾവ് ചെയ്തുകൊണ്ട് അമേരിക്കക്കാരനായ മിൻ തായ് വിന്നറായി. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ 3.08 സെക്കൻഡ് കൊണ്ട് ഇത് സോൾവ് ചെയ്ത ചൈനക്കാരനായ 11 വയസ്സുകാരൻ യിഹെങ് വാങ്ങിന്റെ പേരിലാണ് ആ റെക്കോർഡ്. പ്ലേ സ്റ്റേഷനുകളുടെയും ഹൈ ഗ്രാഫിക്കൽ ഗെയിമുകളുടെയും കാലഘട്ടം എത്തിയിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ദ മോസ്റ്റ് പോപ്പുലർ ടോയ് എന്ന റെക്കോർഡ് 500 മില്യണിലധികം വിറ്റഴിക്കപ്പെട്ടതായി പറയപ്പെടുന്ന റൂബിക്സ് ക്യൂബിന് സ്വന്തം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.